മണാലിയിലെ ലാസ്റ്റ് ദിവസമായിരുന്നു റൂം വെക്കേറ്റ് ചെയ്ത് നേരെ പോയത് കുളുവിലോട്ടാണ്. ഈ ഒരു ട്രോളി ബാഗ് അത്യാവശ്യം ഞങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജായ ഫാഷൻ മഗാസ വഴിയാണ് ഈ ഒരു ട്രോളി ബാഗ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുളു പോകുന്ന വഴിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കൗണ്ടർ നമ്പർ 1-ൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി 7000 രൂപ പറഞ്ഞത് 6000 രൂപയ്ക്ക് ഒതുക്കിയിട്ടാണ് ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് അവരുടെ തന്നെ 4x4 വെഹിക്കിളിൽ ഞങ്ങൾ നേരെ മലമുകളിലോട്ട് പോയത്. സീരിയസ്ലി ആ മലമുകളിലോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത്യാവശ്യം കിടിലമായിരുന്നു. ആശ അറിയാമെങ്കിൽ വീണ്ടും നമുക്ക് ബാർഗെയിൻ ചെയ്ത് എമൗണ്ട് കുറയ്ക്കാം. രണ്ടുപേർക്കും കൂടി 5000 രൂപ പാരാഗ്ലൈഡിങ്ങിനും 1000 രൂപ രണ്ടുപേർക്കുള്ള വീഡിയോ ഉൾപ്പെടെയാണ് 6000 രൂപ ഞങ്ങൾ പേ ചെയ്തത്. ലൈഫിൽ ഒരു തവണയെങ്കിലും പാരാഗ്ലൈഡിങ് ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹം നടന്നത് കുളുവിലെത്തിയപ്പോഴാണ്. പേടിക്കാനായിട്ട് ഒന്നും തന്നെയില്ല, കയറി നിന്നു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അവർ തന്നെ നോക്കിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. അത് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഇത്തിരിയെങ്കിലും വെർത്തായിട്ട് തോന്നിയത് സോളങ്കാലിയും സിപ്പ് ലൈനും പിന്നെ ഈ കാണുന്ന പാരാഗ്ലൈഡിങ് മാത്രമാണ്. മണാലി ആണെങ്കിലും കുളു ആണെങ്കിലും വലിയ ഭംഗിയൊന്നും പ്രതീക്ഷിച്ച് ആരും വരണ്ട. കുളു പോകുന്ന വഴിക്ക് റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് പക്ഷേ ചെയ്യാനായിട്ട് പറ്റിയില്ല. വൈകിട്ട് 6:30-ക്കുള്ള ബസ്സിന് ഞങ്ങൾ നേരെ തിരിച്ച് ഡൽഹിയിലോട്ട് പോവുകയും ചെയ്തു.